നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ജീവൻ രക്ഷിക്കുന്ന കൈകൾക്ക് പിന്നിൽ ഹൃദയം ഉണർത്തുന്ന ഒരു സംഗീതമുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലും ICUയിലും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ജീവിതത്തെ രക്ഷിക്കുന്ന ശാന്തതയും കൃത്യതയുമുള്ള ഒരു ഡോക്ടർ. പക്ഷേ സ്റ്റേജിൽ ആയിരങ്ങളെ ഒരു നിമിഷം നിശബ്ദമാക്കുന്ന സംഗീത സംവിധായകൻ. 1960 മുതൽ 2000 വരെ മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങളുടെ സുവർണകാലത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അത് പുതിയ തലമുറയ്ക്ക് വീണ്ടും ജീവൻ നൽകുന്ന ഒരു സംഗീത സംവിധായകൻ. ഇന്ന് നമ്മോടൊപ്പം സ്റ്റെതസ്കോപ്പും സംഗീതവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു അതുല്യ വ്യക്തിത്വം, ഡോക്ടർ റഷീദ് പട്ടത്ത്. ഡോക്ടറിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി രശ്മി. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ റഷീദ് പട്ടത്തും സംഗീതത്തിൽ ജീവിക്കുന്ന റഷീദ് പട്ടത്തും, ഈ രണ്ട് ജീവിതയാത്രകളിൽ താങ്കൾ ആരാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവിധ ജാതി മത വർഗവർണ്ണ ചിന്തകൾക്കും അതീതമായി മനുഷ്യനെ മനുഷ്യനായി മാത്രം സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ. നല്ല ഉത്തരം. അടുത്ത, സംഗീതം അങ്ങയിൽ ഇത്ര ആഴത്തിൽ നിലനിൽക്കാനുള്ള കാരണം? സംഗീതം ആഴത്തിൽ നിലനിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ കോണസർ ഒന്നല്ല. മ്യൂസിക്കൽ കോണസർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് ഗസലുകളെ സ്നേഹിക്കുന്ന, ഹിന്ദുസ്ഥാനി സംഗീതത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഈ സ്വരങ്ങളുടെ അതിപ്രസരം കൊണ്ട് ഉള്ള കുറേ സെമി ക്ലാസിക്കൽ മ്യൂസിക് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയാണ് നമ്മൾ മ്യൂസിക്കൽ കോണസർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരാളെയല്ല. എൻ്റെ പാട്ടിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സാധാരണക്കാരൻ്റെ ഒരു പാട്ടിഷ്ടമാണ്. അപ്പം എൻ്റെ പാട്ടിഷ്ടത്തിൻ്റെ ആദ്യത്തെ ഓർമ്മ ഒരു 2-3 വയസ്സുള്ളപ്പോഴാണ്. വാപ്പായുടെയും ഉമ്മായുടെയും കൈ പിടിച്ചുകൊണ്ട് ഒരു തിയേറ്ററിൽ, എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ബാലകൃഷ്ണയിലാണെന്ന് തോന്നുന്നു, ആരോമലുണ്ണി എന്ന് പറഞ്ഞ സിനിമ. അത് ആരോമലുണ്ണിയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിട്ടുള്ള പാട്ടുകൾ, പാടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, പിന്നെ അതിൽ മുത്തുമണി പളുങ്കുവെള്ളം, ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖ എന്നൊക്കെ പറഞ്ഞ് വലിയ ഹിറ്റുകളായിട്ടുള്ള പാട്ടുകളാണ് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ. അതാണെന്ന് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഒരു പാട്ട് ഓർമ്മ എന്ന് പറയുന്നത്. എനിക്കൊരു 3 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ 70കളിലെ കൊച്ചുകുട്ടികളുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേട്ടിട്ടുള്ളത് ഈ തെങ്ങിൽ കെട്ടിയിട്ടുള്ള കോളാമ്പി എന്ന് പറയും, ഈ മൈക്ക്, തെങ്ങിൽ കെട്ടി വെച്ചിട്ടുള്ള മൈക്കുകളിൽ കല്യാണ വീടുകളിൽ കല്യാണത്തലേന്ന് ഇങ്ങനെ പാട്ട് വയ്ക്കും. അന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നത് ഈ കല്യാണത്തലേന്ന് രാത്രി കല്യാണ വീടുകളിലാണ്. അങ്ങനെ കേട്ടിട്ടുള്ള പാട്ടുകൾ അത് അന്ന് മുതലേ എൻ്റെ മനസ്സിലങ്ങ് കൂടി എന്നുള്ളതാണ്. ഇപ്പം ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ സ്വർഗം താണിറങ്ങി വന്നതോ, കസ്തൂരി മണക്കുന്നല്ലോ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ അന്ന് 5 വയസ്സ് 6 വയസ്സിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ഓർമ്മ, ഈ കോളാമ്പികളിൽ നിന്ന് കേട്ടിട്ടുള്ള ഓർമ്മ. അത് പിന്നെ 70കളുടെ അവസാനത്തിലോട്ട് വന്ന് 80ൽ അങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ, ഇത് IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള ജയൻ്റെ അന്നത്തെ ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ടുള്ള സിനിമ. അതിലെ പാട്ടുകൾ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ, പാവാട വേണം മേലാട വേണം, കന്നിപ്പളുങ്കെ പൊന്നിൻ കിനാവ്, അത്രയും വലിയ ഹിറ്റുകളാണ് പാട്ടുകളും സിനിമയും. അപ്പം അത് അന്നത്തെ കല്യാണ വീടുകളിൽ കല്യാണ രാത്രിയിൽ ആ പാട്ടുകൾ കേട്ട് ആസ്വദിക്കാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ എനിക്ക് 10 വയസ്സാണ് അന്ന്, ഞാനും ആ പാട്ടുകൾ കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്കിൽ തെങ്ങിൻ കയറ്റി വെച്ചിട്ടുള്ള മൈക്കുകളുടെ ആ കാലം, അതിൽ നിന്ന് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ഞാൻ കുന്നംകുളത്ത് ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർക്കും ചാവക്കാടുക്കും ഈ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യും. ഒരു 9 കിലോമീറ്റർ 10 കിലോമീറ്റർ, അപ്പോൾ 20-25 മിനിറ്റ് ബസ് യാത്ര.
അപ്പം ഈ 80-81 കാലഘട്ടത്തിലാണ് ഈ സ്വകാര്യ ബസ്സുകളിൽ വ്യാപകമായിട്ട് ഈ പാട്ടുകൾ വെക്കാൻ തുടങ്ങിയത്. അപ്പം അന്ന് ഒരു 81 അന്ന് ആദ്യമായിട്ട് കേട്ട പാട്ട്, ഒരു ചിത്രീകരിക്കപ്പെടാത്ത ഒരു സിനിമ ഉണ്ട്, ദേവദാസി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അത് ഷൂട്ട് ചെയ്തിട്ടില്ല, റിലീസും ആയിട്ടില്ല, ചിത്രീകരിച്ചിട്ടേ ഇല്ല. പക്ഷെ അതിലെ പാട്ടുകൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ONV സലീൽ ചൗധരി കൂട്ടുകെട്ടിലെ പാട്ടുകൾ. പാതരേണു തേടി അണഞ്ഞു, പിന്നെ ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനമ്പാടി, പിന്നെ പൊന്നലയിൽ അമ്മാനമാടി. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ബസ്സുകളിലുള്ള യാത്രയിലാണ്. പിന്നെ മൈനാകം കടലിൽ നിന്നുയരുന്നു, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങൾ. ഏതാണ്ട് അതേ കാലത്ത് തന്നെ 81 ഒക്ടോബർ ലാസ്റ്റ് 82 ആദ്യത്തിൽ ഉണ്ണിയേട്ടൻ്റെ ആദ്യത്തെ പാട്ട് ഓളങ്ങൾ താളം തല്ലുമ്പോൾ എന്ന് പറഞ്ഞ പാട്ട്, ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അപ്പോൾ ആ പാട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഇങ്ങനത്തെ ബസ് യാത്രകളിലാണ്. അപ്പോൾ ബസ് യാത്രകളിലാണ് ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേട്ടിട്ടുള്ളത്. പിന്നെ 80കളുടെ ആദ്യ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്യാം മറ്റേസ് ബ്രില്യൻ ബസ്, അതിനെ ഞാൻ ശ്യാമഗീതങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഈ പറഞ്ഞ അങ്ങാടിയിലെ പാട്ട് ശ്യാമാണ്, തൃഷ്ണയിലെ പാട്ട് ശ്യാമിൻ്റെ സംഗീതമാണ്. പിന്നെ 82 അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് ഈ നാട്, അതിൽ അമ്പിളി മണവാട്ടി അഴകുള്ള മണവാട്ടി എന്ന് പറഞ്ഞ പാട്ട്, അതിൽ തന്നെ മാനത്തെ ഹൂറി പോലെ പെരുന്നാൾ പിറ പോലെ. പിന്നെ 84 വന്ന അക്ഷരങ്ങളിലെ, അപ്പോഴേക്കും ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ആയി. തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീഥിയിൽ മറയുന്നു, അലസത വിലസിതം, അങ്ങനത്തെ പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ പാട്ടോർമ്മകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൗമാരത്തിലേക്ക് കടന്നു. അപ്പോൾ കൗമാരത്തിലേക്ക് കടന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാൽ അന്ന് ശ്യാമായിരുന്നു. അത് ശ്യാം ഈ 80കളുടെ ആദ്യ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാം മറ്റ് ഈസ് ബ്രില്യൻ ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാട്ടുകളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതും. അപ്പോൾ അത് വളരെ വളരെ സാധാരണക്കാരൻ്റെ ഒരു പാട്ട് ഇഷ്ടമാണ്. അങ്ങനെയാണ് എനിക്ക് പാട്ടുകൾ ഇഷ്ടമാവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 1960 to 2000 വരെയുള്ള കാലഘട്ടത്തിൽ സംഗീതത്തിനൊരു മാജിക് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഡോക്ടറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതിന് ഈ 1960 to 2000 എന്ന് പറയുമ്പോൾ ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇറ്റ്സ് എ ഭയങ്കര ജനറലൈസേഷനാണ് 60 to 2000 എന്ന് പറയുമ്പോൾ. ഞാനതിനെ 60കളിലെയും 70കളിലെയും പാട്ടുകൾ, 80കളിലെയും 90കളിലെയും പാട്ട്, പിന്നെ പോസ്റ്റ് 2000 പാട്ട് എന്ന് പറയും. അപ്പോൾ 80-90 നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ സംഗീതത്തിൻ്റെ ഗോൾഡൻ പീരിയഡ്, സുവർണകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60s and 70s ആണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് 60s ഞാനില്ല, 70s ഞാൻ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുക നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ചായിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശംസിച്ച് സംസാരിക്കേണ്ട 80s ആയിരിക്കും. കാരണം എൻ്റെ കൗമാരം, പിന്നെ 90s എൻ്റെ ചെറുപ്പകാലം. പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ ഒരു മടിയുമില്ല. ഏറ്റവും നല്ല മലയാളം പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിക്കാത്ത 60s ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്തുള്ള 70s പാട്ടുകളാണ്. അത് വയലാറിൻ്റെ തന്നെ ഒരു വാക്ക് നമ്മൾ കടമെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിലെ പോയത് വസന്തം എന്ന് പറഞ്ഞാൽ ആ 60s 70s കടന്നു പോയത് ശരിക്കും ഒരു വസന്തം തന്നെയായിരുന്നു. അപ്പോൾ 60s 70s പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ഒരു പാട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഓർമ്മ വരില്ലേ? ഇപ്പം രശ്മിയെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുമായിരിക്കും ചിത്ര ചേച്ചി അല്ലെങ്കിൽ ദാസേട്ടനായിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക. കുറച്ച് ആൾക്കാർ അതായിരിക്കും ബഹുഭൂരിപക്ഷം നമ്മൾ മലയാളികളുടെ മനസ്സിൽ ദാസേട്ടൻ, കുറച്ച് പേര് അല്ലെങ്കിൽ പിന്നത്തെ 2ാം സ്ഥാനത്ത് ചിത്ര ചേച്ചിയും വരും. കുറച്ച് പേരുടെ മനസ്സിൽ റഫീ സാബ് വരും, വളരെ കുറച്ച് പേരുടെ മനസ്സിൽ ബാബുക്ക വരും, വളരെ കുറച്ച്. ഇങ്ങനെ ആയിരിക്കും പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന 6 ആൾക്കാരുണ്ട്. എൻ്റെ മനസ്സിൽ ശരിക്ക് പാട്ടിന് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയത്തിൽ അവർക്കുള്ളൊരു സ്ഥാനം വേറെ ആർക്കും ഇല്ല. അതിലൊരു പാട്ടുകാരനില്ല.
എന്ന് വെച്ചാൽ എനിക്ക് പാട്ടുകാരെ ഇഷ്ടമല്ല എന്നല്ല, എല്ലാ പാട്ടുകാരെയും എനിക്ക് ഇഷ്ടമാണ്. SPBയും ജാനകി അമ്മയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാര്. പിന്നെ ഓഫ് കോഴ്സ് റഫി സാബ് ആൻഡ് ദാസേട്ടന് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത്, പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്ത് ഏറ്റവും ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത് 6 പേരാണ്. അത് 2 ഗാനരചയിതാക്കളും 4 സംഗീത സംവിധായകരും. സംഗീത സംവിധായകർ പറയണമെങ്കിൽ ദേവരാജൻ മാസ്റ്റർ, ബാബുക്ക, രാഘവ മാഷ്, അർജുനൻ മാസ്റ്റർ. 2 ഗാനരചയിതാക്കൾ. അത് ആലോചിച്ചാൽ അറിയാലോ, വയലാറും ഭാസ്കരൻ മാസ്റ്ററും. എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ള ഗാനരചയിതാക്കൾ, യൂസഫ് അലി കേച്ചേരി എനിക്കിഷ്ടമാണ്, ONV ഇഷ്ടമാണ്, ശ്രീകുമാരൻ തമ്പി ഇഷ്ടമാണ്, പിന്നീട് വരുന്ന പൂവച്ചൽ ഖാദർ, ബിച്ചു തിരുമല, എല്ലാവരും ഇഷ്ടമാണ്. അതുപോലെ തന്നെ സംഗീത സംവിധായകർ രവീന്ദ്രൻ, ജോൺസൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്യാമിൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ ആദ്യം പാട്ടുകൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചത്. പക്ഷെ പിന്നെ റിട്രോസ്പെക്റ്റീവ്ലി പോയിട്ടാണ് ഞാൻ പഴയ കാലത്തെ പാട്ടുകളും മനസ്സിലാക്കി ഈ 6 പേരോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം വരുന്നത്. അതുപോലെ 80s പാട്ട് ബോംബെ രവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, AT ഉമർ ഖാൻ ഇഷ്ടമാണ്, KJ ജോയിൻ. അപ്പം എല്ലാവരെയും എനിക്കിഷ്ടമാണ്. പക്ഷെ ഈ 6 പേര് അത് വേറൊരു ലെവലാണ്. അത് മലയാള സിനിമാ സംഗീതത്തെക്കുറിച്ച് ഞാൻ ശരിക്കും ഒരു റിട്രോസ്പെക്റ്റീവ്ലി ഞാൻ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇഷ്ടം തോന്നിയിട്ടില്ല. അതിൽ തന്നെ ഒരാളെ മാത്രം പറയാൻ വേണ്ടി പറയണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു മടിയില്ല, ദേവരാജൻ മാസ്റ്റർ. മലയാള സിനിമാ സംഗീതത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക്, അത് ദ പാട്രിയാർക്ക്, കുലപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവരാജൻ മാസ്റ്റർ ശരിക്ക് 335 സിനിമകളിൽ സംഗീതം കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് സംഗീതം കൊടുത്തിട്ടുള്ളത് ദേവരാജൻ മാസ്റ്ററാണ്. വയലാർ 230 സിനിമകൾക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 135 സിനിമകളിലും വയലാറിൻ്റെ വരികൾക്ക് സംഗീതം കൊടുത്തിട്ടുള്ളത് ദേവരാജൻ മാസ്റ്ററാണ്. മലയാള സിനിമാ പാട്ടുകളിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച 100 പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 65 പാട്ടുകളും ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് കൊടുത്തായിരിക്കും. വയലാറിൻ്റെ പാട്ടുണ്ടാവും, ഭാസ്കരൻ മാസ്റ്റർ, ശ്രീകുമാരൻ തമ്പി, ദേവരാജൻ, യൂസഫ് അലി കേച്ചേരി അവരെഴുതിയൊക്കെ പാട്ടുകളുണ്ടാവും, ONV എഴുതിയ പാട്ടുകളൊക്കെ ഉണ്ടാവും. ഇപ്പം കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഏത് കൂട്ടുകെട്ടാണ് കൂടുതൽ? ഓഫ് കോഴ്സ് വയലാർ ദേവരാജൻ മാസ്റ്റർ എല്ലാവരും പറയുന്ന ഒരു കൂട്ടുകെട്ടാണ്, ഭാസ്കരൻ മാസ്റ്റർ, ബാബുക്ക എല്ലാവരും പറയുന്ന കൂട്ടുകെട്ടാണ്. ഈ വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിനെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയലാറിൻ്റെ പാട്ടുകൾ അറിയാലോ, വയലാർ ശരത്ചന്ദ്രവർമ്മയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആശയഗാംഭീര്യം, ഭയങ്കരമായിട്ടുള്ള ആശയഗാംഭീര്യം, അത്രയും ഇതായിട്ട് ആഴത്തിൽ എഴുതുന്ന ഒരാളാണ് വയലാർ. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും, ഒരിക്കൽ നീ എൻ്റെ കാൽപ്പാടുകൾ കാണും, അന്നും എൻ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. അറിയാലോ പാട്ട് ഏതാണ്? സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. അപ്പോൾ ഈ പാട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ രശ്മി ശ്രദ്ധിച്ചോ, അതായത് ഇത് ശരിക്കും ഒരു ഗദ്യ കവിതയാണ്. അത്രയും ഇതൊരു പാട്ടാണെന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ പറയുമ്പോൾ തോന്നില്ല, അത്രയും ആഴത്തിലുള്ള ഒരു ഗദ്യ കവിതയാണ്. ആ വരികളെയാണ് ശരിക്ക് ഒരു ദേവരാജൻ മാസ്റ്റർ ഇങ്ങനെ ഒന്ന് തഴുകി തലോടി ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിയത്തിലിട്ട് അങ്ങോട്ട് ഇതാക്കുമ്പോൾ അത് ഒരിക്കലും മരിക്കാത്ത പാട്ടായിട്ട് മാറുന്നത്. ഈ നിത്യ ഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരും. ഈ വരികളും കേട്ടുകഴിഞ്ഞാൽ അതൊരു ഗദ്യ കവിതയാണ്, അതൊരു പാട്ടാണ് നമുക്ക് തോന്നില്ല. വസുന്ധരേ വസുന്ധരേ, അതിനെങ്ങനെ പാട്ടാക്കുക എന്ന് നമ്മൾ തോന്നും. ആ സാധനം ഒരു മയിൽപ്പീലി ഇങ്ങനെ വീശുന്ന പോലെ അങ്ങനെ ടച്ച് ചെയ്തിട്ട് ഒരു ഫെദർ ടച്ച് കൊടുത്തിട്ട് ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിയത്തിലൂടെ പോകുമ്പോൾ ടൈംലെസ് സോങ്സ് ആവാണ്. എൻ്റെ എക്കാലത്തെയും ഏറ്റവും ഇഷ്ടമുള്ള 2 പാട്ടുകളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ അതാണ് ദേവരാജൻ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദ ഷിയർ വോള്യൂം, ഡെപ്ത് ആൻഡ് റേഞ്ച്, അത് ഒരു കമ്പാരിസൺസ് ഇല്ല. പിന്നെ മലയാളത്തിലും മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന
ഒരുമാതിരിയുള്ള സംഗീത സംവിധായകരൊക്കെ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യന്മാരാണ്. ജോൺസൺ ഇളയരാജ ശിഷ്യനായിരുന്നു, അങ്ങനെ കീരവാണി ശിഷ്യനാണ്, അപ്പോൾ ഔസേപ്പച്ചൻ ശിഷ്യനാണ്. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണ് പറയുക. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച 100 പാട്ടുകൾ, അതിൽ 65 പാട്ടുകളും ദേവരാജൻ മാസ്റ്ററുടെ ആയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഇങ്ങനെ പറയാം, യു വിൽ ബി അമേസ്ഡ്. അതായത് ആദ്യം പറഞ്ഞ 2 പാട്ട്, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, കായാമ്പൂ കണ്ണിൽ വിടരും, 1000 പാദസരങ്ങൾ കിലുങ്ങി, എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു, പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണു, സന്ധ്യമയങ്ങും നേരം, രാക്കുയിലിൻ രാഗസദസ്സിൽ രാഗമാലിക മാധുരി, സ്വർഗം താണിറങ്ങി വന്നതോ, ഫീമെയിൽ സോങ്സ് സുശീലാമ്മ പാടിയിട്ടുള്ള 7 സുന്ദര രാത്രികൾ, എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു, പിന്നെ പാതിര തണുപ്പ് വീണു, സ്വർഗപുത്രി നവരാത്രി. അപ്പോൾ അത്ര അമേസിങ് വോള്യൂം ആൻഡ് റേഞ്ചാണ് ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാര്യം കൂടെ ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ രാഘവൻ മാഷ് മലയാളത്തിന് മരണമില്ലാത്ത നാടൻ പാട്ടുകൾ തന്നു. ബാബുക്ക നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ഗസലുകളുടെയും മാധുര്യം നമ്മൾ അനുഭവിപ്പിച്ചു. ദക്ഷിണാമൂർത്തി സ്വാമി കർണാടക സംഗീതത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മനോഹരമായ ഗാനങ്ങൾ നമുക്ക് നൽകി. അർജുനൻ മാസ്റ്റർ ഈ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അലയൊലികളുള്ള മനോഹരമായ മെലഡികൾ നമുക്ക് നൽകി. ദേവരാജൻ മാസ്റ്റർ ഇതെല്ലാം നമുക്ക് നൽകി. ദേവരാജൻ മാസ്റ്റർ നമുക്ക് നാടൻ പാട്ടുകൾ തന്നിട്ടുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതം തന്നിട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതവും അർദ്ധശാസ്ത്രീയ സംഗീതവും തന്നിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള മെലഡികളും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ദേവരാജൻ മാസ്റ്റർ എന്നുള്ളത്. പിന്നെ ഗാനരചയിതാക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു 2 പേരെ, വയലാറിനെയും ഭാസ്കരൻ മാസ്റ്ററേയും ഒരുപോലെ എനിക്കിഷ്ടമാണ്. 2 പേരെയും എനിക്ക് ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും 2 പേരെയും ഇഷ്ടമാണ്. പക്ഷെ പ്രോബബ്ലി എനിക്ക് ഭാസ്കരൻ മാസ്റ്ററോട് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതുന്ന ഭാസ്കരൻ മാസ്റ്റർ. നമ്മൾ നീലക്കുയിലിൻ്റെ പാട്ടുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ചൊല്ലണം എന്ന് പറഞ്ഞ പാട്ട്, അത് ശരിക്ക് ഭാസ്കരൻ മാസ്റ്ററും രാഘവൻ മാഷും വന്നൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. അതായത് മലയാളത്തിൻ്റെ മണമുള്ള, മണ്ണിൻ്റെ സുഗന്ധമുള്ള പാട്ടുകൾ മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടാക്കി. അതിൻ്റെ വരികൾ, ചെണ്ടൊന്ന് വാങ്ങണം, മുണ്ട് മുറിക്കണം, പൂത്താലി കെട്ടിടണം, പൊന്നിൻ പൂത്താലി, കളിയല്ല കിളിവാലൻ വെറ്റിലെത്തുന്നെൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം. അതേ സിനിമയിൽ തന്നെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന് പറയുന്ന പാട്ട്, അത് രാഘവൻ മാഷും മ്യൂസിക് കൊടുത്ത് പാടുകയും ചെയ്തിട്ടുള്ള പാട്ടാണ്. അതിലെ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളാണ്. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിലായി. 1954 എത്ര വർഷങ്ങൾ മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അതേ ഭാസ്കരൻ മാസ്റ്റർ തന്നെ പിന്നെ ഇപ്പം ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം എന്നെഴുതിയിട്ടുള്ള അതേ ഭാസ്കരൻ മാസ്റ്റർ തന്നെയാണ് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും 1000 ഉമ്മ കൊണ്ടിങ്ങ് വരുമല്ലോ എന്ന് പറഞ്ഞ വരികൾ എഴുതിയിട്ടുള്ളത്. കളിചിരി മാറിയ പെണ്ണുണ്ട്, കൈപുണ്യമേറിയ പെണ്ണുണ്ട്, കണ്ണിനിണങ്ങിയ മാരനുണ്ടോ, ഈ പെണ്ണിന് പറ്റിയ മാരനുണ്ടോ എന്ന് വരികൾ എഴുതി അതേ ഭാസ്കരൻ മാസ്റ്റർ തന്നെ 1993 വെങ്കലം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ വില്വാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമിചന്ദ്രന് പാലൂട്ട്, വള്ളുവ നാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന കല്യാണം. അതാണ് ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലൊക്കെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒരു വരികളുണ്ട് ഭാസ്കരൻ മാസ്റ്ററുടെ. ഇപ്പം അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം എന്ന് പറഞ്ഞ് ലൈല മജ്നു എന്ന് പറഞ്ഞൊരു സിനിമയിൽ 64 വർഷം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. ആ പാട്ടില് ചരണത്തില് ഇല്ലാത്തോൻ കൈനീട്ടുമ്പോൾ വല്ലതും കൊടുക്കുന്നവൻ അള്ളാഹുവിൻ പ്രിയദാസൻ. അതിൻ്റെ പിറ്റത്തെ ചരണത്തിന് യത്തീമിൻ കൈപിടിച്ച് അത്താഴമൂട്ടുന്നവൻ ഉത്തമൻ അള്ളാഹുവിൻ കണ്ണിൽ. ഇത് ആദ്യമായിട്ട് ഞാൻ വായിച്ചപ്പോൾ ഇതേതോ ഉസ്താദോ ഏതോ മൗലവി മുസ്ലിയാരൊക്കെ എഴുതിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കൊടുങ്ങല്ലൂരുകാരനായ ഭാസ്കരൻ ഉസ്താദ് എഴുതിയിട്ടുള്ളതാണ്. അതാണ് ഭാസ്കരൻ മാസ്റ്റർ. രാഘവൻ മാഷ് മുമ്പ് പറഞ്ഞതായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. അതായത്
ഇപ്പം നമ്മൾ വയലാറിൻ്റെ വരികളെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് അത്രയും ആശയ ഗാംഭീര്യമുള്ള അത്രയും ഗദ്യ കവിതകളാണ് ദേവരാജൻ മാസ്റ്റർ പാട്ടാക്കി മാറ്റുന്നത്. എന്നാൽ ഈ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ അത്രയും ലാളിത്യമുണ്ട്. ആ വരികൾ വെറുതെ ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ അതിൽ ഈണങ്ങളുണ്ടെന്ന് രാഘവ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും രാഘവ മാഷ് അവരുടെ ജോലിയെ അണ്ടർ റേറ്റ് ചെയ്യാണ്. രാഘവ മാഷിൻ്റെ പ്രതിഭ ഉണ്ട് അത് സംഗീതമാക്കാൻ അല്ലേ, പക്ഷെ എങ്കിൽ പോലും ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ ഈണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ള വരികൾ ഇതാണ്: നാഴൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. അപ്പൊ അത് ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ വെറുതെ അങ്ങോട്ട് വായിച്ചാൽ അത് പാട്ടാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? അതാണ് വയലാറിൻ്റെ വരികളും ഭാസ്കരൻ മാസ്റ്ററുടെ വരികളും ഉള്ള വ്യത്യാസം. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞ് വീണ്ടും രാഘവ മാഷ് മ്യൂസിക് കൊടുത്തിട്ടുള്ള വരികളാണ്: നീറുന്ന കണ്ണുമായി നിന്നെക്കിനാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനിന്നും, ഓരോരോ തീവണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീ എന്നും. അപ്പോൾ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ തന്നെ ഈണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ സംഗീതവും പഴയ സംഗീതവും ഒരു ശ്രോതാവായും അതോടൊപ്പം തന്നെ ഒരു മ്യൂസിക്കൽ ഷോ ഡയറക്ടറായി എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്കിപ്പോൾ ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ഒന്നുമില്ല അതിന്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ബയാസ് ഉണ്ടാവുമല്ലോ. പക്ഷെ പാട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ആ ബയാസ് ഓൾറെഡി ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് 1970s 1960s ഞാനില്ല. ഇപ്പൊ ഞാൻ ദേവരാജൻ മാഷെ കുറിച്ചും ഭാസ്കരൻ മാസ്റ്ററുടെ വരികളെ കുറിച്ചൊക്കെ പറഞ്ഞത് 60s-ലെയും 70s-ലെയും പാട്ടുകളാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് ബയാസ് ഇല്ല ഇതില്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സുവർണകാലം 60s 70s തന്നെയാണ്. 80s-ലെ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് പുതിയ പാട്ടുകൾ മോശമാണെന്നോ പുതിയ സിനിമ മോശമാണെന്നോ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ഞാനതിനെ കാണുന്നത് ഇപ്പം ചിലർ വളരെ അടുത്ത ആൾക്കാർ ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു കാര്യം അതാണ്. ഇപ്പം കാലം മാറുന്നു, കാലഘട്ടങ്ങൾ മാറുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടാവുന്ന ഒരു പരിണാമം ഉണ്ടല്ലോ, ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഒരു സ്വാഭാവിക പരിണാമം. അത് തന്നെയല്ലേ പാട്ടിലും സിനിമയിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. നമുക്കൊരിക്കലും ഇപ്പം ഞാൻ 60s-ലെയും 70s-ലെയും പാട്ടുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു എന്ന് വെച്ച് ഇന്നത്തെ സംഗീത സംവിധായകർക്ക് കഴിവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല കഴിവുള്ള ഭയങ്കര ടെക്നിക്കലി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഗീത സംവിധായകരുണ്ടാവും, നന്നായി എഴുതാൻ കഴിവുള്ള എഴുത്തുകാരുണ്ട്, നമുക്കറിയാമല്ലോ. പിന്നെ അതേമാതിരി നല്ല സാങ്കേതിക വിദഗ്ധരുണ്ട്. അപ്പോൾ ദർ ഇസ് നോ ഡെത്ത് ഓഫ് ടാലൻറ്റ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മാറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം മാറി, ഇന്നത്തെ സിനിമയുടെ ആ ഗ്രാമർ മാറി, സിനിമയുടെ സ്റ്റൈല് മാറി. ഇന്നും നല്ല സിനിമകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സ്റ്റൈല് മാറി. ഈവൻ 60s-ലെയും 70s-ലും ഉണ്ടായിരുന്ന പാട്ടുകളിൽ നിന്ന് 80s-ലെ പാട്ടിൽ വ്യത്യാസമുണ്ട്. അതിലോട്ട് നമ്മൾക്ക് വരാം.